അളവില്ലാത്ത ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് സ്റ്റേജ് ഷോ പെർഫോമൻസുകളുമായി പോവുകയും ഒടുവിൽ അമേരിക്കൻ സിനിമകളിലൂടെ ലോകം അറിയപ്പെടുന്ന ഒരു നടനായി വളർന്നു. അതിദാരിദ്ര്യത്തിൽ നിന്നും അതിസമ്പന്നതയിലേക്ക് വളർന്ന ചാർലി ചാപ്ലിൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അനുഭാവവും കൂറും പുലർത്തിയിരുന്നതിനാൽ തന്നെ വളർത്തി വലുതാക്കിയ അമേരിക്ക തന്നെ ചാർലി ചാപ്ലിൻ്റെ പ്രതാപം അവസാനിപ്പിക്കുവാൻ കച്ചകെട്ടിയിറങ്ങി. ചാർലി ചാപ്ലിൻ്റെ ജീവിതകഥ ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. സാധാരണ കുടുംബത്തിലെ കുട്ടികൾ അനുഭവിക്കുന്ന ദരിദ്ര ചുറ്റുപാടുകളെക്കാൾ എത്രയോ മടങ്ങ് ഭീകരമായിരുന്നു ചാർലിയുടെയും സഹോദരൻ്റെയും ജീവിതം. 1889 ഏപ്രിൽ 16 ലണ്ടനിലെ ദരിദ്രമായൊരു ചുറ്റുപാടിലാണ് ചാർലി ചാപ്ലിൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ചാൾസ് ചാപ്ലിൻ നാടകങ്ങളിലെ കോമഡി കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു കൊമേഡിയനായിരുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ അമ്മ ഹന്ന പ്രോഗ്രാം ഗ്രൂപ്പുകളിലെ ഗായികയുമായിരുന്നു. ചാർലി ജനിച്ച് ഒരു വർഷം പിന്നിടുന്ന കാലം ചാർലിയുടെ പിതാവ് ചാൾസ് കുടുംബത്തിലെ സമ്പാദ്യങ്ങളെല്ലാം എടുത്ത് ചാർലിയുടെ അമ്മയായ ഹന്നയെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് പോയി. അതോടെ ഹന്നയും ചാർലിയുടെ മൂത്ത അർദ്ധ സഹോദരൻ സിഡ്നിയും കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. എന്നിട്ടും ഹന്ന തൻ്റെ ആ കുട്ടികൾക്കായി തന്നാൽ കഴിയുന്ന പോലെ സ്റ്റേജ് ഗ്രൂപ്പുകളിലൊക്കെ പാട്ടുപാടാനൊക്കെ പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് തൻ്റെ മക്കളുടെ വിശപ്പ് മാറ്റാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ തനിക്കറിയാവുന്ന പാട്ടുകളും ദിനചര്യകളുമെല്ലാം അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ചാർലിയുടെ 5ാമത്തെ വയസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നു. 1894 ഒരു സായാഹ്നത്തിൽ ഹന്ന ഒരു സ്റ്റേജിൽ പാട്ടുപാടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അതേസമയം 5 വയസ്സുള്ള ചാർലി തൻ്റെ അമ്മയുടെ പാട്ട് കേട്ടുകൊണ്ട് ആ സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഹന്നയുടെ പാട്ട് നിലച്ചു. അവൾ പാടുന്നുണ്ടായിരുന്നുവെങ്കിലും അവളുടെ ശബ്ദം തൊണ്ടയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. ഹന്നയുടെ പാട്ട് നിലച്ചപ്പോൾ പ്രോഗ്രാം മാനേജർ 5 വയസ്സുള്ള ചാർലിയെ തൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, തൻ്റെ അമ്മയോട് ആ പാട്ടൊന്ന് പാടി പൂർത്തിയാക്കാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റേജിലേക്ക് തള്ളിവിടുന്നു. തൻ്റെ അമ്മയ്ക്ക് എന്തോ വയ്യായ്മയുണ്ടെന്ന് മനസ്സിലാക്കിയ ആ 5 വയസ്സായ ചാർലി ഹന്നയെ ആ സ്റ്റേജിന് പിൻവശത്തേക്ക് മാറ്റി നിർത്തിയ ശേഷം തൻ്റെ അമ്മയിൽ നിന്ന് കേട്ടുപഠിച്ച പാട്ടുകളെല്ലാം ഓരോന്നോരോന്നായി ആ സ്റ്റേജിൽ പാടിക്കളിച്ച് പെർഫോം ചെയ്തു. അങ്ങനെ ചാർലി ചാപ്ലിൻ തൻ്റെ 5ാമത്തെ വയസ്സിൽ ആദ്യമായി ഒരു സ്റ്റേജ് പെർഫോം ചെയ്തുകൊണ്ട് അരങ്ങേറ്റം കുറിച്ചു. ഒരുപക്ഷെ ചാർലിയുടെ ജീവിതത്തിൽ താരപദവി നേടിയ ഹൃദയസ്പർശിയായ നിമിഷം ഇതുതന്നെയായിരിക്കാം. ഹന്നയുടെ പാട്ടുകൾ നിലച്ചത് അവളെ വിഴുങ്ങുന്ന മാനസിക രോഗത്തിൻ്റെ ആദ്യ ബാഹ്യ അടയാളങ്ങളായിരുന്നു. 1895 ജൂൺ 29 അവളെ ഒരു ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അതോടെ ഒറ്റപ്പെട്ട് അനാഥനായ 6 വയസ്സുകാരൻ ചാർലിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സിഡ്നിയും അനാഥാലയത്തിലേക്ക് ആക്കപ്പെട്ടു. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനാഥനാക്കപ്പെടുന്ന ആ കുട്ടികളുടെ മാനസിക വേദന വളരെ വലുതായിരുന്നു. അനാഥാലയത്തിൽ അവർക്ക് നല്ലതുപോലുള്ള സ്നേഹവും പരിചരണവും ലഭിച്ചു. അധികം താമസിക്കാതെ തന്നെ ഹന്ന മാനസികാരോഗ്യം വീണ്ടെടുത്ത് തിരികെ എത്തി. അതോടെ ചാർലിയും സഹോദരനും അമ്മയോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി. ഈ സമയത്ത് കൊടിയ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറുന്നതിനായി സഹോദരൻ സിഡ്നി നാവികസേനയിൽ ചേർന്നു. വീണ്ടും ഹന്നയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വീണ്ടും ഹന്നയെ ഭ്രാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഇത്തവണ ചാർലി മാത്രമായി ഒറ്റപ്പെട്ടു. അടുത്ത 5 വർഷങ്ങൾ ചാർലി തനിക്ക് കിട്ടുന്ന എന്ത് ജോലിയും ചെയ്തു പോന്നു. പത്രം വിൽപ്പന, കളിപ്പാട്ട നിർമ്മാണം, ഡോക്ടേഴ്സ്മാരുടെ ഉപകരണങ്ങൾ ചുമന്നുകൊണ്ട് നടക്കൽ, അങ്ങനെ കാശ് കിട്ടുന്ന എന്ത് ജോലിയും ചെയ്തു. ജോലി കിട്ടാതെ വരുന്ന സമയങ്ങളിൽ വിശപ്പറിയാതിരിക്കുവാൻ കൂടുതൽ സമയവും ഉറക്കത്തിനായി അദ്ദേഹം ചിലവഴിച്ചു. 1903 ഷെർലക് ഹോംസിൻ്റെ സ്റ്റേജ് പ്രൊഡക്ഷനിൽ ചില ചെറിയ വേഷങ്ങൾ 1 വർഷത്തോളം കാലം സ്റ്റേജ് നാടകവേദികളിൽ അവതരിപ്പിച്ചിരുന്നു. എങ്കിലും ചെറിയ വേഷമായിരുന്നതിനാൽ ഒരു നടനാകാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുവാൻ അവ ഒരിക്കലും പര്യാപ്തമായിരുന്നില്ല. എന്നാൽ 1908 അത് മാറി. ആ സമയത്ത് 19 വയസ്സുള്ള ചാർലി ചാപ്ലിൻ ഫ്രെഡ് കാർനോ റെപ്പർട്ടോറി കമ്പനിയുമായി ഒരു ഗിഗ് നടത്തി. ഒരു സ്റ്റേജിൽ അദ്ദേഹം മദ്യപിച്ച് പെർഫോം ചെയ്തു. അത് ചാർലിയെ അക്കാലത്തെ പ്രമുഖ കൊമേഡിയൻ ആർട്ടിസ്റ്റായ സ്റ്റാൻ ലോറൻ പോലുള്ള അഭിനേതാക്കളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ സാധിച്ചു. അതോടെ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ തുടക്കമായി. 1910 ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൽ നിർണായകമായ മറ്റൊരു സംഭവം സംഭവിക്കുന്നു. 1910 ഫ്രെഡ് കാർനോ കമ്പനി ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് സ്റ്റേജ് ഷോ പര്യടനങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നു.
ആ പര്യടന ഗ്രൂപ്പിൽ കമ്പനി ചാർലി ചാപ്ലിൻ്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു. ചാർലി ചാപ്ലിന് അന്ന് ഒരിക്കൽ പോലും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വലിയൊരു അവസരമായിരുന്നു അത്. ചാർലിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച നിർണായകമായ അവസരം. ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് നമുക്കറിയാം. അക്കാലത്ത് നാടകങ്ങളും പാട്ടുകളും കോമഡി സ്കിറ്റുകളുമെല്ലാം ഒപ്പേറ ഹൗസ് പോലുള്ള സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്നത് പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്നതായിരുന്നു അക്കാലത്തെ ജനങ്ങളുടെ പ്രധാന വിനോദങ്ങളിലൊന്ന്. സ്റ്റേജ് ഷോ പെർഫോമൻസുകളുമായി അമേരിക്കയിലെത്തിയ ഫ്രെഡ് കാർനോ കമ്പനിയുടെ സ്റ്റേജ് ഷോ പെർഫോമൻസുകൾ അമേരിക്കൻ ജനങ്ങൾക്ക് വളരെയധികം അങ്ങ് ഇഷ്ടപ്പെട്ടു. 1-2 വർഷങ്ങൾ കടന്നുപോയി. 1912 തുടക്കകാലം. അമേരിക്കൻ ചലച്ചിത്ര നിർമ്മാതാവ് മാക്സെനറ്റ് തൻ്റെ പുതിയ കീസ്റ്റോൺ ഫിലിം കമ്പനിക്ക് വേണ്ടി വളർന്നു വരുന്ന അഭിനേതാക്കളിൽ പുതിയ പ്രതിഭകളെ തിരയുകയായിരുന്നു. കാലിഫോർണിയയിലെ സ്വർണ്ണവേട്ടയിലൂടെ പണം സമ്പാദിച്ച ഒരു പുത്തൻ പണക്കാരനായിരുന്നു മാക്സെനറ്റ്. നിശബ്ദ ചിത്രങ്ങൾ 1912 പുതിയതും ആവേശകരവുമായ ന്യൂ എൻ്റർടൈൻമെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഈ സിനിമാ മേഖലയിൽ പണം ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ വേഗം ധാരാളം പണം സമ്പാദിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് മാക്സെനറ്റ് 1912 കീസ്റ്റോൺ ഫിലിം കമ്പനി ആരംഭിച്ച് യുവ അഭിനേതാക്കളായ കലാകാരന്മാരെ തിരഞ്ഞു നടന്നത്. അങ്ങനെയിരിക്കെയാണ് 1912 ഫ്രെഡ് കാർനോ കമ്പനിയുടെ രണ്ടാമത്തെ അമേരിക്കൻ പര്യടനത്തിൻ്റെ ഭാഗമായി ചാർലി ചാപ്ലിൻ വീണ്ടും അമേരിക്കയിലെത്തുന്നത്. അവരുടെ കോമഡി സ്റ്റേജ് സ്കിറ്റുകളും പെർഫോമൻസുകളും അമേരിക്കൻ ജനങ്ങളുടെ ഇടയിൽ മികച്ച അവലോകനം ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. അതിൽ പ്രധാനമായും കയ്യടി നേടിയിരുന്നത് ചാർലി ചാപ്ലിനായിരുന്നു. ആയതിനാൽ തന്നെ മാക്സെനറ്റ് ചാർലി ചാപ്ലിനെ കീസ്റ്റോൺ ഫിലിം കമ്പനിയിലേക്ക് ആക്ടറാകാൻ ക്ഷണിച്ചു. ആദ്യമൊന്നും ചാർലി ചാപ്ലിൻ ആ ക്ഷണം സ്വീകരിച്ചില്ല. എന്നാൽ മാക്സെനറ്റ് ചാർലിയെ വിടാൻ തയ്യാറായിരുന്നില്ല. ആഴ്ചയിൽ ഇന്നത്തെ $150 വാഗ്ദാനം ചെയ്തുകൊണ്ട് ചാർലിയെ തൻ്റെ കീസ്റ്റോൺ ഫിലിം കമ്പനിയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1 വർഷം കഴിഞ്ഞ് 1913 നവംബറിൽ മാക്സെനറ്റിൻ്റെ ഓഫറുകൾ സ്വീകരിക്കുവാൻ ചാർലി ചാപ്ലിൻ തയ്യാറായി. അങ്ങനെ ചാർലി ചാപ്ലിൻ കീസ്റ്റോൺ ഫിലിം കമ്പനി സ്റ്റുഡിയോയുടെ ഏറ്റവും പുതിയ നടനായി. അങ്ങനെ സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ ചാർലി ചാപ്ലിൻ ചിത്രമായ മേക്കിംഗ് എ ലിവിംഗ് 1914 ഫെബ്രുവരി 2 റിലീസായി. പക്ഷേ ചാർലിയുടെ ആ ആദ്യത്തെ സിനിമ വിജയിച്ചില്ല. അതോടെ ആ സിനിമയുടെ സംവിധായകനായ ഹെൻറി ലഹ്മാനും ചാർലി ചാപ്ലിനും തമ്മിൽ വളരെ മോശമായി വഴക്കിട്ട് പിരിഞ്ഞു. സിനിമയുടെ അവസാന എഡിറ്റിങ്ങിൽ ചാർലി ചാപ്ലിൻ്റെ മിക്ക തമാശാ രംഗങ്ങളും ഡയറക്ടറായ ഹെൻറി ലഹ്മാൻ ഒഴിവാക്കി കളഞ്ഞതായിരുന്നു ചാർലിയും ഡയറക്ടറും തമ്മിൽ വഴക്കുകൂടി പിരിയാൻ കാരണമായത്. ചാർലി വളരെ പരുക്കനും പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനുമായിരുന്നു. നിർമ്മാതാവായ മാക്സെനറ്റ് തൻ്റെ കീസ്റ്റോൺ എന്ന സിനിമാ കമ്പനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഹാസ്യ നടനായുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാഴായി പോകുമോ എന്ന് ഒരു നിമിഷമെങ്കിലും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറി. ഉടനെ തന്നെ അടുത്ത കോമഡി സ്കെറ്റിൻ്റെ ചിത്രീകരണം തുടങ്ങി. നിർമ്മാതാവായ മാക്സെനറ്റ് ചാർലിയോട് കഥാസാഹചര്യങ്ങൾ പറഞ്ഞ് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഹാസ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. എന്നാൽ ചാർലിക്ക് ഒരു നിശ്ചയവുമില്ലായിരുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അവിടെ അയാൾ ഒരു ജോഡി ബാഗി ട്രൗസറും ഒരു ബോളർ തൊപ്പിയും എടുത്തണിഞ്ഞ് കൂടെ ഒരു ചൂരൽ സ്റ്റിക്കും എടുത്തു. പക്ഷേ കഥാപാത്രത്തെക്കുറിച്ച് ചാർലിക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചിത്രീകരണം ആരംഭിച്ചപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉള്ളവരെ വരെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു ചാർലിയുടേത്. ലിറ്റിൽ ട്രാമ്പ് എന്ന കഥാപാത്രം ഇപ്പോഴും ലോക പ്രശസ്തമാണ്. 1914 ഫെബ്രുവരി 7 കീസ്റ്റോൺ ബാനറിൽ ചാർലി ചാപ്ലിൻ്റെ ട്രാമ്പ് എന്ന കഥാപാത്രവുമായി കിഡ് ആട്ടോ റൈസ് അറ്റ് വെനീസ് എന്ന ചിത്രം റിലീസായി. തക്ഷണം തന്നെ അത് സൂപ്പർ ഹിറ്റായി. ചാർലി ചാപ്ലിൻ്റെ ചിത്രങ്ങളിൽ ട്രാമ്പ് എന്ന കഥാപാത്രം ചെലുത്തിയ സ്വാധീനം എത്രത്തോളമാണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ചാർലി ചാപ്ലിനെ അദ്ദേഹം ആക്കിയത് ട്രാമ്പ് എന്ന കഥാപാത്രം തന്നെയാണ്. ആ വർഷത്തിൽ തന്നെ നിർമ്മാതാവായ മാക്സെനറ്റിൻ്റെ കീസ്റ്റോൺ ഫിലിം കമ്പനിക്ക് വേണ്ടി 32 സിനിമകൾ കൂടി നിർമ്മിച്ചു. അതേ വർഷം ഡിസംബറിൽ ആ കമ്പനിയുമായിട്ടുള്ള കരാറുകൾ അവസാനിച്ചു. അതുവരെ ആഴ്ചയിൽ $150 പ്രതിഫലം വെച്ചായിരുന്നു ആ കമ്പനിയുമായിട്ടുള്ള കരാർ ഉണ്ടായിരുന്നത്. ആ കരാർ അവസാനിച്ചതും ചാർലി ചാപ്ലിനുമായിട്ടുള്ള പുതിയ കരാറുകൾക്ക് നിരവധി ഫിലിം കമ്പനികൾ മത്സരിച്ച് മുന്നിലെത്തി. അതിൽ എസാന സ്റ്റുഡിയോ അക്കാലത്തെ ഏറ്റവും വലിയ ഓഫർ ചാർലിക്ക് മുന്നിൽ വച്ചു. അവരുടെ ഫിലിം കമ്പനിക്കായി കരാർ ഒപ്പിട്ടാൽ സൈനിങ് ബോണസായി $10,000 ആഴ്ചയിൽ $1,250 ആ ഓഫർ. ചാർലി മറ്റൊന്നും ചിന്തിച്ചില്ല.
എസാന സ്റ്റുഡിയോയുമായി കരാറുകൾ ഒപ്പിട്ടു. 1915 എസാന സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ദ ട്രാമ്പ് എന്ന സിനിമയിൽ ലിറ്റിൽ ട്രാമ്പ് എന്ന കഥാപാത്രം റീബൂട്ട് ചെയ്തു. അതിൽ ആ കഥാപാത്രത്തെ കൂടുതൽ മധുര സ്വഭാവമുള്ളതാക്കി. ചാർലി ചാപ്ലിൻ്റെ സ്റ്റാർ വാല്യൂ 10 മടങ്ങായി വർദ്ധിച്ചു. എസാന സ്റ്റുഡിയോയുമായി കരാർ നിലനിൽക്കുമ്പോൾ തന്നെ മ്യൂച്വൽ ഫിലിം കമ്പനി ചാർലിക്ക് $10,000 ആഴ്ചയിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് ചാർലിയെ സമീപിച്ചു. 26 വയസ്സായപ്പോഴേക്കും ചാർലി ചാപ്ലിൻ ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു നടനായി വളർന്നു കഴിഞ്ഞിരുന്നു. 1917 ആയപ്പോഴേക്കും ചാർലി മറ്റ് സിനിമാ കമ്പനികളുമായിട്ടുള്ള കരാറുകളെല്ലാം തന്നെ അവസാനിപ്പിച്ച് സ്വന്തം സ്റ്റുഡിയോ പണിതു. ഫസ്റ്റ് നാഷണലുമായി കരാറുകൾ ഒപ്പുവെച്ച് തൻ്റെ ചിത്രങ്ങൾ തടസ്സമില്ലാതെ റിലീസ് ചെയ്തു. 30 വയസ്സാകുന്നതിന് മുന്നേ തന്നെ ചാർലി ചാപ്ലിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ സിനിമാ നടനായി വളർന്നു കഴിഞ്ഞിരുന്നു. ജനപ്രീതിയാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം ലോകം കീഴടക്കാനായിരുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞത് ചാർലി ചാപ്ലിൻ്റെ കുട്ടിക്കാലം മുതൽ പിന്നെ അദ്ദേഹം അമേരിക്കയിലെത്തി അമേരിക്കൻ സിനിമകളിലൂടെ തൻ്റേതായ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ച ചാർലി ചാപ്ലിനെ കുറിച്ചായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് അതേ ചാർലി ചാപ്ലിൻ്റെ വികൃതമായ സ്വഭാവങ്ങളും വ്യക്തിജീവിതത്തിലും സിനിമാ ജീവിതത്തിലെയും തിരിച്ചടികളുമാണ്. 1918 മുതൽ 1928 വരെയുള്ള കാലഘട്ടം ചാർലി ചാപ്ലിൻ എന്ന ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം സുവർണകാലമായിരുന്നു. എന്നാൽ ഇതേ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് വളരെ മോശമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ലോകം കീഴടക്കിയ ദി കിഡ്, ദ ഗോൾഡ് റഷ്, ദ സർക്കസ് എന്നിങ്ങനെയുള്ള നിരവധി ലോക വമ്പൻ ഹിറ്റ് സിനിമകൾ ചാർലിയുടെ കരിയറിൽ നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ ഇതേ കാലഘട്ടം ചാർലിയുടെ പേഴ്സണൽ ലൈഫ് വളരെ ദുരിതപൂർണമായിരുന്നു. 1918 മിൽട്ടൺ ഹാരിസ് താൻ ഗർഭിണിയാണെന്ന് ചാർലി ചാപ്ലിനോട് പറഞ്ഞത്. അവർ ഇരുവരും പ്രണയത്തിലായിരുന്നു. കൂടാതെ ഇരുവരും രഹസ്യമായി കാണുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ചാർലിക്ക് 30 വയസ്സുള്ളപ്പോൾ മിൽട്ടൺ ഹാരിസിന് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് പകുതി വയസ്സേ പ്രായമുള്ളൂ എന്നതാണ്. അതായത് 16 വയസ്സ് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടി കാണുമല്ലോ. ചാർലിക്കെതിരെ വരാൻ പോകുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസാണ്. കാലിഫോർണിയ നിയമപ്രകാരം 16 വയസ്സുള്ള ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് നിയമപരമായി ബലാത്സംഗമാണ്. താൻ ഗർഭിണിയാണെന്ന് മിൽട്ടൺ ഹാരിസ് ചാർലിയോട് പറഞ്ഞപ്പോൾ ചാർലി വളരെയധികം പരിഭ്രാന്തനായി. കേസിൽ നിന്ന് ഒഴിവാകുന്നതിനായി 1918 ഒക്ടോബറിൽ ചാർലി ചാപ്ലിൻ മിൽട്ടൺ ഹാരിസിനെ ഒരു രഹസ്യ ചടങ്ങിൽ വെച്ച് വിവാഹം കഴിച്ചു. എന്നാൽ അധികം താമസിക്കാതെ തന്നെ ചാർലി ചാപ്ലിൻ ആ സത്യം മനസ്സിലാക്കി. മിൽട്ടൺ ഹാരിസ് നുണ പറഞ്ഞിരിക്കുകയാണ്. അവൾ ഗർഭിണിയായിരുന്നില്ല. തൻ്റെ പുതിയ ഭാര്യ തന്നെ ചതിച്ചിരിക്കുകയാണെന്ന് സംശയിച്ച ചാർലി അവളുടെ ജീവിതം നരകമാക്കാൻ തന്നെ തീരുമാനിച്ചു. തുടർന്നുള്ള 2 വർഷങ്ങളിൽ ചാർലി മിൽട്ടൺ ഹാരിസിനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അദ്ദേഹം അവളെ ദേഹോപദ്രവം ചെയ്തിരുന്നില്ല എങ്കിലും മാനസികമായി വളരെയധികം ഉപദ്രവിച്ചു. അവളെ അങ്ങേയറ്റം അവഗണിച്ചു. 1920 മിൽട്ടൺ ഹാരിസിന് 18 വയസ്സുള്ളപ്പോൾ ചാർലി അവളെ യഥാർത്ഥത്തിൽ ഗർഭിണിയാക്കി. തുടർന്ന് അവളെ ഡിവോഴ്സ് ചെയ്തു. ചാർലി ചാപ്ലിൻ ഇതുപോലെ വൈരാഗ്യ ബുദ്ധി പ്രയോഗിക്കുന്ന ആളും വളരെ ദേഷ്യപ്പെടുന്ന ആളുമായിരുന്നു. മാത്രമല്ല ചാർലി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രണയിച്ചിരുന്ന പെൺകുട്ടികൾ അദ്ദേഹത്തെക്കാൾ വളരെയധികം പ്രായം കുറഞ്ഞുള്ളവരായിരുന്നു. മിൽട്ടൺ ഹാരിസിനെ വിവാഹമോചനം ചെയ്ത അതേ വർഷം തന്നെ ചാർലി ചാപ്ലിൻ ലിറ്റ ഗ്രേയെ കണ്ടുമുട്ടി. അന്ന് അവൾക്ക് വെറും 12 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അവൾക്ക് 15-16 വയസ്സാകുന്നതുവരേക്കും ചാർലി അവളുമായി അടുപ്പത്തിലായിരുന്നു. 1924 ഡിസംബർ 23 താൻ ഗർഭിണിയാണെന്ന് ലിറ്റ ഗ്രേ ചാർലിയോട് പറഞ്ഞു. നിയമാനുസൃതമായ ബലാത്സംഗ കുറ്റം ഒഴിവാക്കുവാൻ വീണ്ടും തിടുക്കപ്പെട്ട് ചാർലി ചാപ്ലിൻ അവളെ ന്യൂ മെക്സിക്കോയിൽ വച്ച് വിവാഹം കഴിച്ചു. എന്നാൽ ലിറ്റ ഗ്രേയും ചാർലിയുമായിട്ടുള്ള ആ കുടുംബജീവിതം ദുരിതപൂർണമായിരുന്നു. ചാർലി നിർബന്ധിപ്പിച്ച് അവളെ ഗർഭം അലസിപ്പിച്ചു. 1927 ലിറ്റ സമർപ്പിച്ച വിവാഹമോചന കേസ് ചാർലിയെ വളരെയധികം പ്രതിസന്ധിയിലാഴ്ത്തി. ചാർലിയുമൊത്തുള്ള വിവാഹ ജീവിതം ലിറ്റയെ ഒരു തകർന്ന സ്ത്രീയാക്കി മാറ്റിയിരുന്നു. ചാർലി നിർബന്ധിപ്പിച്ച് ഗർഭഛിത്തം നടത്തിയെന്നും ക്രൂരമായ മാനസിക പീഡനങ്ങൾക്കും ക്രൂരമായ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ നിർബന്ധിച്ചുവെന്നുമെല്ലാം കോടതിയിൽ ഫയൽ ചെയ്ത ചാർജ് ഷീറ്റിൽ അവൾ ആരോപിച്ചിരുന്നു. പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ചാർലി ചാപ്ലിൻ കോടതി നടപടിക്രമങ്ങളിലെ നൂലാമാലകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി കോടതിക്ക് പുറത്ത് ലിറ്റ ഗ്രേക്ക് $6 ലക്ഷം നൽകി ഒത്തുതീർപ്പാക്കി. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന അതേ കാലത്ത് തന്നെ ചാർലിയുടെ ദ സർക്കസ് എന്ന സിനിമ വൻ വിജയമായിരുന്നു.
അതോടെ ചാർലി പെട്ടെന്ന് തന്നെ സിറ്റി ലൈറ്റ് എന്ന മറ്റൊരു സിനിമയുടെ ജോലികൾ ആരംഭിച്ചു. ചാർലിയുടെ സിനിമകൾ വൻ വിജയങ്ങൾ നേടുന്നുണ്ടായിരുന്നുവെങ്കിലും ചാർലിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. 1927 ഒക്ടോബർ 6 അമേരിക്കൻ സിനിമാ ചരിത്രത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളോടെ നിശബ്ദ ചിത്രങ്ങൾക്ക് വ്യത്യസ്തമായി ശബ്ദ ട്രാക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഒരു കറുത്തവർഗക്കാരനായ യഹൂദന്റെ കഥ പറയുന്ന ദ ജാസ് സിംഗർ എന്ന പേരിൽ ഒരു ചെറിയ ചലച്ചിത്രം റിലീസായി. അത് ചാർലി ചാപ്ലിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. കാരണം ചാർലി ചാപ്ലിൻ നിശബ്ദ സിനിമാ ചിത്രങ്ങളിലൂടെ ലോക താരമായി നിൽക്കുന്ന അവസരത്തിലാണ് മറ്റ് സിനിമാ കമ്പനികൾ പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിച്ചുകൊണ്ട് ശബ്ദ ട്രാക്കുകളുള്ള സിനിമകൾ അവതരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത്. ചാർലി ചാപ്ലിനെ പോലുള്ള നിശബ്ദ സിനിമാ താരങ്ങൾ പുതിയ സാങ്കേതിക വിദ്യയെ നിരാകരിച്ചിരുന്നു. ഈ പുതിയ ഫാഷൻ 6 മാസം പോലും നീണ്ടുപോകില്ലെന്ന് ചാർലി ചാപ്ലിൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ ശബ്ദചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന സിനിമാ ടാക്കീസുകൾ അമേരിക്കയിലാകമാനം വന്നതോടെ പല നിശബ്ദ സിനിമാ കലാകാരന്മാരും സാമ്പത്തികമായി തകർന്നു പോയിരുന്നുവെങ്കിലും ചാർലി ചാപ്ലിൻ്റെ ചിത്രങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയുണ്ടായിരുന്നു. 1930കളിലെ സിനിമാ പ്രേമികൾക്ക് ചാർലി ചാപ്ലിൻ ഒരു വീക്ക്നെസ് തന്നെയായിരുന്നു. 1931 ഇറങ്ങിയ സിറ്റി ലൈറ്റും വൻ വിജയമായിരുന്നു. എന്നാൽ ആ വിജയം അദ്ദേഹത്തിന് സന്തോഷം പകരുന്നതായിരുന്നില്ല. തൻ്റെ കലാരൂപങ്ങളും മാറുന്ന പുതിയ ലോകവും ചാർലി ചാപ്ലിനെ വിഷാദത്തിലേക്ക് ആഴ്ത്തി. അങ്ങനെ അദ്ദേഹം 1931 മനസ്സിനെ ശാന്തമാക്കുവാൻ ഒരു ലോകയാത്ര ചെയ്യുവാൻ ആരംഭിച്ചു. ഈ യാത്രയിൽ ചാർലി ചാപ്ലിൻ ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽ മഹാത്മാഗാന്ധി വരെയുള്ള എല്ലാവരെയും താരം കണ്ടുമുട്ടി. ആ യാത്രയിൽ യൂറോപ്പിലാകമാനം നിലനിന്നിരുന്ന യന്ത്രവൽക്കരണവും മുതലാളിത്തവും ദേശീയതയും ചാർലി ചാപ്ലിനെ മറ്റൊരു തലത്തിലേക്ക് ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു. 1932 അമേരിക്കയിലേക്ക് തിരിച്ചെത്തിയ ചാർലി ചാപ്ലിൻ മുതലാളിത്തത്തിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ 1936 മുതലാളിത്തവൽക്കരണത്തിനെതിരെയുള്ള ആക്ഷേപഹാസ്യമായ ദ മോഡേൺ ടൈംസ് എന്ന ചിത്രത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ചാർലി ചാപ്ലിൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി താൻ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് പരസ്യമായി അനുഭാവം പുലർത്തുന്ന വ്യക്തിയാണെന്ന് പുറം ലോകം അറിഞ്ഞു തുടങ്ങി. പ്രത്യേകിച്ച് അമേരിക്കയാകമാനം ചാർലി ചാപ്ലിൻ്റെ കമ്മ്യൂണിസത്തോടുള്ള ചായ്വ് ചർച്ചയായിരുന്നു. 1940 യൂറോപ്പിനെ വിഴുങ്ങുന്ന ദേശീയതയുടെയും പ്രത്യേകിച്ച് അഡോൾഫ് ഹിറ്റ്ലറുടെയും ആക്ഷേപഹാസ്യമായ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ റിലീസായി. അമേരിക്കൻ ഭരണകൂടം യൂറോപ്പിനോട് നിഷ്പക്ഷത പുലർത്തിയിരുന്ന സമയത്തായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ഈ സിനിമ റിലീസായത്. എന്നാൽ അന്നത്തെ ജനങ്ങൾ ആ സിനിമയിലൂടെ പറയുന്ന യൂറോപ്യരുടെ പ്രശ്നങ്ങൾ കണ്ടില്ല. പക്ഷേ അമേരിക്കയിലാകമാനം സംശയത്തോടെ കാണപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം ചാർലി ചാപ്ലിൻ തൻ്റെ സിനിമകളിലൂടെ അമേരിക്കയിൽ പ്രചരിപ്പിക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. ഈ സിനിമ റിലീസാകുന്നതിനും 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1938 അമേരിക്കൻ സിനിമാ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ പെരുകുന്നു എന്ന രഹസ്യ റിപ്പോർട്ടിനെ തുടർന്ന് അവയെ തടയിടുന്നതിനായി ഹൗസ് അൺആക്റ്റീവ് കമ്മിറ്റി, അതായത് HUAC രൂപീകരിച്ചിരുന്നു. ചാർലി ചാപ്ലിൻ്റെ തുടർച്ചയായിട്ടുള്ള സിനിമകളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നിറഞ്ഞു നിന്നിരുന്നതോടെ ചാർലി ചാപ്ലിൻ അമേരിക്കയുടെ ഒരു നോട്ടപ്പുള്ളിയായി മാറി. ന്യൂയോർക്കിൽ നടന്ന ചാർലി ചാപ്ലിൻ്റെ ഒരു പ്രസംഗത്തിൽ ജോസഫ് സ്റ്റാലിൻ്റെ ശുദ്ധീകരണം ഒരു അത്ഭുത പ്രവൃത്തിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. കമ്മ്യൂണിസത്തെ എതിർക്കുന്ന ആളുകൾ അവർ ഈ രാജ്യത്തെ നാസി ഏജന്റുമാരാണെന്ന് ചാർലി അഭിപ്രായപ്പെട്ടു. US ആറുമായി സഖ്യത്തിലേർപ്പെട്ടിരുന്ന ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചാർലിയുടെ ഈ അഭിപ്രായങ്ങൾ ന്യായമായിരുന്നുവെങ്കിലും ചാർലി ചാപ്ലിൻ അമേരിക്കൻ വിരുദ്ധനാണെന്ന് നേരത്തെ സംശയിച്ചിരുന്നവർക്ക് ചാർലി ചാപ്ലിനെതിരെ പ്രയോഗിക്കുവാനുള്ള ഒരു ആയുധമായിരുന്നു അത്. 1942 അവസാനത്തോടെ പ്രമുഖ അമേരിക്കൻ മാധ്യമപ്രവർത്തകർ ചാർലി ചാപ്ലിൻ്റെ അമേരിക്കയോടുള്ള പ്രതിബദ്ധതയെ ചോദ്യം ചെയ്തു. അമേരിക്കൻ സിനിമാ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ തടയിടാൻ രൂപീകരിച്ച HUAC ചാർലി ചാപ്ലിനെ 1947 കരിമ്പട്ടികയിൽപ്പെടുത്തി. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ 1941 അന്ന് 42 വയസ്സുള്ള ചാർലി ചാപ്ലിൻ 21 വയസ്സുള്ള യുവനടിയായ ജോൺ ബാരിയെ പരിചയപ്പെടുന്നു. എന്നാൽ ആ ബന്ധുവും താമസിക്കാതെ കോടതി കയറി. അവളെ ഗർഭിണിയാക്കിയതിനും പിന്നെ ഉപേക്ഷിച്ചതിനും 1943 ബാരി ചാർലിക്കെതിരെ കേസ് കൊടുക്കുന്നു. എന്നാൽ നിയമപരമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ചാർലി ചാപ്ലിനെ കോടതി കുറ്റവിമുക്തനാക്കി. എന്നാൽ ഇതേ സമയത്ത് തന്നെ അദ്ദേഹം മറ്റൊരു 18കാരിയായ ഊന ഒനീനുമായി അദ്ദേഹം ബന്ധം ആരംഭിച്ചു. എന്നാൽ 1947 കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടുകാരനായ ചാർലി ചാപ്ലിൻ
കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും അമേരിക്കൻ വിരുദ്ധനുമാണെന്ന് മുദ്രകുത്തി ചാർലി ചാപ്ലിനെ നാടുകടത്തുന്നതിനായി പത്രങ്ങളിൽ ഗോസിപ്പ് കഥകൾ എഴുതുന്ന ഹെഡ ഹോപ്പറും FBI ഡയറക്ടർ ജെ എഡ്വാർഡ് ഹ്യൂമറുമായി ചേർന്ന് ചാർലി ചാപ്ലിൻ്റെ പ്രതാപം അവസാനിപ്പിച്ച് അമേരിക്കയിൽ നിന്നും നാടുകടത്താനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ചാർലി ചാപ്ലിനെ അമേരിക്കൻ സിനിമാ മേഖലകളിൽ കരിമ്പട്ടികയിൽ പെടുത്തിയിരുന്നുവെങ്കിലും പണത്തിൻ്റെ സ്വാധീനവും ഇൻഫ്ലുവൻസും കൊണ്ട് അദ്ദേഹം അമേരിക്കൻ സിനിമയിൽ വീണ്ടും സജീവമാകാൻ ശ്രമിച്ചു. പ്രായമായ ഒരു കോമാളിയെക്കുറിച്ചുള്ള ലൈം ലൈറ്റ് എന്നൊരു സിനിമ അദ്ദേഹം നിർമ്മിച്ചു. 1952 സെപ്റ്റംബറിൽ ആ ചിത്രം റിലീസ് ചെയ്യുന്നതിനായി ഷെഡ്യൂൾ ചെയ്ത ശേഷം ആ ചിത്രത്തിൻ്റെ പബ്ലിസിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ചാർലി ചാപ്ലിൻ യൂറോപ്പിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1952 സെപ്റ്റംബർ 18-ന് ചാർലി ചാപ്ലിനും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഊനയും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ചു. ചാർലി ചാപ്ലിനെതിരെ പ്രതികാര നടപടികൾക്കായി കാത്തിരുന്ന അമേരിക്ക അറ്റോർണി ജനറൽ വഴി ചാർലി ചാപ്ലിൻ്റെ റീ എൻട്രി വിസ റദ്ദാക്കി. 40 വർഷം അമേരിക്കയിൽ ഉണ്ടായിരുന്നിട്ടും ചാർലി ചാപ്ലിൻ തൻ്റെ ബ്രിട്ടീഷ് പാസ്പോർട്ട് അമേരിക്കൻ പാസ്പോർട്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ചാർലി ചാപ്ലിന് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അമേരിക്കയിൽ റിലീസ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരുന്ന ലൈം ലൈറ്റ് എന്ന സിനിമ റിലീസായപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും സദാചാരവാദികളും ആ സിനിമയ്ക്കെതിരെ പിക്കറ്റ് ചെയ്തു. ഒരിക്കൽ തന്നെ ആലിംഗനം ചെയ്തിരുന്ന അമേരിക്ക ചാർലി ചാപ്ലിനെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റി. പിന്നീടുള്ള ചാർലി ചാപ്ലിൻ്റെ ജീവിതം ഊനയ്ക്കൊപ്പം സ്വിറ്റ്സർലാൻഡിൽ സ്ഥിരതാമസമാക്കി. 1953-ൽ യൂറോപ്യൻ ചലച്ചിത്ര സംവിധാനത്തിലേക്ക് തിരിഞ്ഞു. പിന്നെ ചാർലി ചാപ്ലിൻ്റെ ആരോഗ്യം മോശമാകാൻ തുടങ്ങി. പല തവണകളിലായി അദ്ദേഹത്തിന് സ്ട്രോക്കുകളുണ്ടായി. 1974 ആയപ്പോഴേക്കും ചാർലി ചാപ്ലിൻ വീൽ ചെയറിലായി. 1977 ഡിസംബർ 25-ലെ ആ ഒരു ക്രിസ്മസ് ദിനത്തിൽ ചാർലി ചാപ്ലിൻ ഉറക്കത്തിൽ മസ്തിഷ്കാഘാതം സംഭവിച്ച് മരണപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷവും മറ്റൊരു സംഭവമുണ്ടായി. 1978 മാർച്ചിൽ കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള 2 അഭയാർത്ഥികൾ ചാർലി ചാപ്ലിൻ്റെ കല്ലറ പൊളിച്ച് ചാർലി ചാപ്ലിൻ്റെ മൃതദേഹം മോഷ്ടിച്ചു. തുടർന്നുള്ള 11 ആഴ്ചകൾ ചാർലി ചാപ്ലിൻ്റെ മൃതദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ഒടുവിൽ 1978 മെയ് അവസാനത്തിൽ ചാർലി ചാപ്ലിൻ്റെ മൃതദേഹം മോഷ്ടിച്ചവരിൽ ഒരാൾ ചാർലിയുടെ ഭാര്യയായിരുന്ന ഊനയെ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ടു. തുടർന്ന് അയാളെ നിരീക്ഷിച്ചിരുന്ന സ്വിസ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചാർലി ചാപ്ലിൻ്റെ കാണാതായ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. അതിദാരിദ്ര്യവും അസാധാരണവുമായ വിജയങ്ങളും സമ്പന്നതയും വ്യക്തിജീവിതത്തിലെ താളപ്പിഴകളും എല്ലാം ചേർന്ന ശ്രദ്ധേയമായ ഒരു ജീവിതമായിരുന്നു ചാർലി ചാപ്ലിൻ്റേത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. വ്യത്യസ്തമായ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.